ഏറ്റവും കൂടുതൽ സ്കൈ ഡൈവിംഗ് നടത്തിയ ഏക മലയാളിയായിരിക്കുകയാണ് പെരുമ്പിലാവ് സ്വദേശി. 13,000 അടിയിൽ നിന്നും 505 തവണ ചാടിയാണ് അബ്ദുൾ റഹ്മാൻ ഈ നേട്ടം കരസ്ഥമാക്കിയത്. ഡിസംബർ 5 ആദ്യ ചാട്ടം. കഴിഞ്ഞ ജൂൺ 20 505-ാമത്തെ ചാട്ടവും നടത്തി. 500 സ്കൈ ഡൈവിംഗ് പൂർത്തിയാക്കിയവർക്ക് ലഭിക്കുന്ന D-ലെവൽ സർട്ടിഫിക്കറ്റും അജ്മൽ നേടി. ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ. ഇപ്പോൾ സ്കൈ ഡൈവിംഗ് പരിശീലകനാണ്. അടുത്ത ലക്ഷ്യം സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ആകുകയാണ്. ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ബിരുദം പഠിച്ചിറങ്ങിയ അജ്മലിന് ആദ്യം ആകാശചാട്ടം ആഗ്രഹവും ഹരവുമായിരുന്നെങ്കിലും പിന്നീട് കഠിന പരിശീലനത്തിലൂടെ ഉയരങ്ങളിലെത്തുകയായിരുന്നു. അതായത് സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു എയർപോർട്ടിൽ നിന്ന് എയർക്രാഫ്റ്റിൽ കയറി 13,000 അടിയിൽ പോകുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ജമ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ഫോളിലാണ് നമ്മുടെ മൊത്തം കളികളും. അതായത് നമുക്ക് മറ്റേ തൊട്ടുകളി കളിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതിൽ തന്നെ കുറെ മാനുവേഴ്സ് ഉണ്ട്. ബെല്ലി ഉണ്ട്, സിറ്റ് ഫ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ട്രാക്കിംഗ് ഉണ്ട്. ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായും ഫോട്ടോകൾ പകർത്താനായി നടത്തിയ ചാട്ടങ്ങളാണ് 505. ഇവയെല്ലാം ഡൈവിംഗ് ലോഗ് ബുക്കിൽ അടയാളപ്പെടുത്തും. ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടറാണ് നേട്ടം സീലും ഒപ്പും സഹിതം രേഖപ്പെടുത്തേണ്ടത്. ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് അതായത് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാരച്യൂട്ട് അസോസിയേഷൻ D-ലെവൽ ലൈസൻസ് നൽകിയത്. ഒരുമിച്ച് ചാടുന്നവർ ഒരു സ്ഥലത്ത് സംഗമിക്കണം, പരസ്പരം കൈകൾ തൊടണം, പിന്നീട് അകന്നു പോകണം. അകന്നുപോയ ശേഷമേ പാരച്യൂട്ട് തുറക്കാവൂ, അല്ലെങ്കിൽ പരസ്പരം പിണഞ്ഞ് അപകടമുണ്ടാകും. കമിഴ്ന്നു കിടന്നു വേണം താഴേക്ക് പതിക്കാൻ. 40,000 അടി ഉയരെ പാരച്യൂട്ട് തുറക്കണം. ചാട്ടത്തിൽ സംസാരം പറ്റില്ല. കൈവിരലുകൊണ്ടുള്ള ആംഗ്യമാണ് ഭാഷ. ഇക്കാര്യങ്ങളെല്ലാമാണ് ട്രെയിനറായ അജ്മൽ പഠിപ്പിക്കുന്നത്. കൂടെ ചാടിയാണ് പരിശീലനം. വിനോദത്തിനായുള്ള ചാട്ടക്കാരെ കെട്ടിപ്പിടിച്ചുള്ള ചാട്ടം നടത്താറായിട്ടില്ല. ഇതാണ് മെയിൻ പാരച്യൂട്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഈ മെയിൻ പാരച്യൂട്ട് ഓപ്പൺ ആക്കുക ഏത് ഹൈറ്റിലാണ് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന ഒരു ഡിവൈസ് ആണ് അൾട്ടിമീറ്റർ. ഇതിൽ ഈ മഞ്ഞ ചുവപ്പ് എന്നൊക്കെ കാണിക്കുന്നത് ചോപ്പ് ആവുന്തോറും ഡേഞ്ചർ ആണ്. നമ്മളൊരു മഞ്ഞയിലെങ്കിലും ഓപ്പൺ ചെയ്യണം. ഇതിന്റെ അഡ്വാൻസ് വേർഷൻ ആണ് ഇത്. അതായത് നമുക്ക് ഡിജിറ്റലായിട്ട്, ഇത് പക്ക അനലോഗ് ആണ്, ഇത് ഡിജിറ്റല്. ഇനി ഇതിനും അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഓഡിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അൾട്ടിമീറ്ററും കൂടി ഉണ്ട്. ഇതില് നമുക്ക് ചെവിയിൽ പറഞ്ഞു തരും നമ്മൾ ഏത് അൾട്ടിയിലാണ് ഉള്ളതെന്ന്. അതായത് ഇപ്പോൾ ജമ്പ് ചെയ്യണത് ഇപ്പോൾ 13,000-ലാണെങ്കിൽ 13,000 എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഏതിലാണ് അലാറം പറയേണ്ടത് എന്നുള്ളത്. അതിന് ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടർ ആകണം. അതിനായുള്ള പരിശ്രമത്തിലാണ് 29-കാരനായ അജ്മൽ. 8 ലക്ഷത്തിന്റെയും 12 ലക്ഷത്തിന്റെയും പാരച്യൂട്ട് കയ്യിലുണ്ട്. 40,000, 80,000 എന്നിങ്ങനെ വില വരുന്ന ഹെൽമറ്റിൽ ഘടിപ്പിക്കാവുന്ന ക്യാമറയുമുണ്ട്. വിരമിച്ച അധ്യാപകരായ അബ്ദുറഹ്മാനും TA മാജിദയുമാണ് മാതാപിതാക്കൾ. ഹിബ ജാസ്മിൻ ഭാര്യയാണ്. അതായത് ഇപ്പോ എന്നോട് തുടങ്ങുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഒക്കാത്ക ബാഹർ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് ഇതുവരെ എത്തി.
ഇനിയും AFFI ഇൻസ്ട്രക്ടർ ആവണം, അത് കഴിഞ്ഞ് ടാൻഡം ഇൻസ്ട്രക്ടർ ആവണം. പുതിയ കുട്ടികളെ ഇതിലോട്ട് ഇനിയും കൊണ്ടുവരാൻ പറ്റണം. ഈ സ്പോർട്ട് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ, അതായത് അടുത്ത് തന്നെ ഉള്ള പോയി വരാൻ പറ്റുന്ന പോലെ ആവണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇന്ത്യയിൽ സ്കൈ ഡൈവിംഗ് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള പോലെ തന്നെ കിട്ടണം.